ഇവന്മാരിതുവരെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചില്ലേ? ശേടാ, അതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടണം. അടിച്ച് കയ്യിൽ കൊടുത്തേനെ. ശേ, അജയണ്ണനാ വണക്കം. അല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ തമിഴ്നാട്ടുകാർക്ക് ബുദ്ധി ഇല്ലാത്തവരൊന്നല്ലടാ. നല്ല ബുദ്ധിയാ. ഞാൻ നമ്മുടെ ഇവിടുത്തെ കേരള രാഷ്ട്രീയം അവിടെ ഒന്ന് പയറ്റാൻ നോക്കി. പക്ഷെ അവര് ഭിത്തിയിലടിച്ച് കയറ്റിയില്ലെന്നുള്ളൂ. സ്വാഭാവികം. ഞാൻ പിന്നെ അവിടെ ചത്താലും അവിടെ നിന്ന് പോരില്ല എന്നുള്ളൊരു ഇതിൽ തന്നെ ആയിരുന്നു. എങ്ങനെയും അജയണ്ണന്റെ കാല് പിടിച്ചിട്ട് ഞാൻ എങ്ങനെയും അജയണ്ണന്റെ പാർട്ടിയിൽ കയറാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്നതാ. പക്ഷെ പറ്റുന്നില്ലടാ. പിന്നെ അത് മാത്രല്ല, എനിക്ക് ഇവിടെ നമ്മുടെ നാടും കുളവും ഇവിടുത്തെ കിണ്ടിയും രാത്രിയിലെ ഇടവഴികളും അല്ല ഇവിടുത്തെ വഴികളും ഒക്കെയാണ് എനിക്കിഷ്ടം. പക്ഷെ ഇതൊന്നും അവിടെ ഇല്ലല്ലോ. ഇവിടെ നിന്ന് കാവടി തുള്ളി പോയപ്പോഴേ എനിക്ക് അറിയായിരുന്നു നീ ഈ ഡയലോഗ് അടിച്ച് ഇങ്ങോട്ട് വരുന്നു. നീ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞാ? എന്താ? മെമ്പർക്കെതിരെ നമ്മള് വെച്ചാ ഒരു ഇത് ഫ്ലെക്സ് വെച്ചിരുന്നു. എന്നിട്ട് മുങ്ങിയാ നീ. കൊട്ട് കിട്ടിയത് മൊത്തം എനിക്ക്. എന്ത് ചെയ്തൂടാ? ഒന്നും ചെയ്തില്ല. അല്ല, നീ എങ്ങനെ പാർട്ടിയിൽ തിരിച്ചു കയറി? അത് ഞാൻ ആശാന്റെ കൈയും കാലം പിടിച്ച് കയറിയത്. എന്നാലേ എനിക്ക് നിന്റെ അടുത്തൊരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. പാർട്ടി കാണുന്നല്ലേ? നടക്കൂല മോനെ, നടക്കൂല. എടാ, ഈ സഹായദാസിന്റെ അടുത്ത് ഈ പരിപാടി നടക്കൂല. നീ എന്തെങ്ങനെ? എന്തെങ്ങനെയല്ല, സുഹൃത്ത് ഞാനിവിടെ പെട്ട് കിടക്കുമ്പോ നിന്റെ ഐഡിയയില് ഫ്ലെക്സ് വെച്ചിട്ട് നീ മുങ്ങി. എന്നിട്ട് നാട്ടുകാരെ അടി കിട്ടിയത് എനിക്ക്. എടാ, രാഷ്ട്രീയ പാർട്ടി എന്നൊക്കെ വരുമ്പോ അവിടുന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ലി വരാം. ഇപ്പൊ ഞാൻ തന്നെ അങ്ങ് തമിഴ്നാട്ടിൽ പോയിട്ട് അടി കൊണ്ടിട്ടല്ലേ വരണേ. അതൊക്കെ നമ്മളൊരു സ്പോർട്സ് മാൻ എടുക്കണം. പക്ഷെ നിന്നെ തിരിച്ച് ഞാൻ പാർട്ടി കേട്ടൂല. എന്റെ കൊക്കിനെ ഉള്ളിടത്തോളം നിന്നെ കേട്ടൂല. അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴേ മുങ്ങിയവനെ നീ പാർട്ടിയെ കാരണം പോലും. റാണി നിന്നെ കുറിച്ച് എന്തോ? എന്നെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. നിന്റെ പഴയ നമ്പറൊക്കെ അവിടെ കയ്യിൽ വെച്ചാൽ മതി. അതൊക്കെ തമിഴ്നാട്ടില്, ഇത് കേരള. ഒറ്റ ചോദ്യം, ആശാനോട് പറഞ്ഞ പാർട്ടിയിൽ എടുക്കാൻ പറ്റുമോ? ശരിയാക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. നീ ഇന്നും വരെ എന്റെ അസിസ്റ്റന്റ് ആയിരിക്കും. അസിസ്റ്റന്റോ? ഞാനോ? നമ്മള് അതില്ല. നീ മന്ത്രിയാവാൻ പോയത്, മുഖ്യമന്ത്രിയാവാൻ പോയതല്ലേ. അപ്പൊ ഇവിടെ എന്റെ താഴെ നിന്നിട്ട് കയറിയാ മതി. എന്നാ ഓക്കെ. നീ ആശാനോട് പറ. ആശയോ? ആശാനോട് പറയാം. അത് ഞാൻ പറഞ്ഞോളാം. ആശാനിപ്പോ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഓക്കെ പോരെ? നോക്കാം. ഇപ്പോഴത്തെ യുവാക്കൾ തൊഴിലില്ലായ്മയുടെ ചങ്ങലപ്പൂട്ടുകൾക്കുള്ളിലാണ്. നമ്മൾ വെറും കൂറകളാണെന്ന് പറയാനായിട്ട് ഇയാൾക്ക് എന്ത് അധികാരം? വെറുതെ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ. അതെ, എന്നാൽ ഞങ്ങൾക്ക് തൊഴിലില്ല. എന്തുകൊണ്ടില്ല? അതും കൂടി നിങ്ങൾ അന്വേഷിക്കണം. ഇവിടെ മൊത്തം ക്രമക്കേടുകളാണ് നടക്കുന്നത്. പരീക്ഷയ്ക്ക് ക്രമക്കേട്, നീറ്റിന് ക്രമക്കേട്, എല്ലാതും. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ സമരം ചെയ്യണം എന്തെങ്കിലും ജോലി കിട്ടണില്ല. അതോ ജോലി കിട്ടി കഴിഞ്ഞാലോ ശമ്പളമില്ല. അതിനെതിരായിട്ടാണ് ഞാനിത് പ്രതികരിക്കുന്നത്. നീ എന്താ ഈ പിച്ചുമ്പയും പറയണേ? പിച്ചുമ്പൈ അല്ല പറയുന്നത്. നീ ഇത് നാട്ടിൽ നടക്കുന്നൊന്നും അറിയുന്നില്ലേ? ഈ വേൾഡിൽ നടക്കുന്നൊന്നും അറിയുന്നില്ല. എന്താണ്? എടാ, നമ്മൾ വെറും കൂറകളാണെന്ന് വേറൊരു കൂറ പറഞ്ഞു. ആര്? അതൊക്കെ ഉണ്ട്. ഇതൊക്കെ അറിയണമെങ്കിൽ നീ കുറച്ച് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. നമ്മൾ യുവാക്കൾ വേണം ഇതിന് പ്രതികരിക്കാൻ. നമ്മൾ വെറും ഫോണും തോണ്ടിയിരിക്കുകയെന്നാണ് പലരും അഭിപ്രായം. അങ്ങനെ അല്ലാന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. ഞാൻ എന്താ ഉണ്ടാക്കാൻ മനസ്സിലായില്ല. എന്നെ പോലുള്ള യുവാക്കൾ, അതായത് പഠിച്ചിട്ടും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലി കിട്ടാതെ പോയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാർട്ടി തുടങ്ങാൻ പോവാം. ഇപ്പൊ നീ ആണെങ്കിലും എത്ര വരെ പഠിച്ചു? നീ പഠിച്ചില്ലല്ലോ. അതെ, പറയണ കേക്ക്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേണ്ടി ഒരു പാർട്ടി തുടങ്ങാൻ തീരുമാനിച്ചു. എന്താണോ? കോക്രോച്ച് ജനതാ പാർട്ടി. എന്ത്? പാറ്റ. അതാകുമ്പോ പെൺപിള്ളേർക്ക് കുറച്ച് പേടിയെങ്കിലും ഉണ്ടാവല്ലോ. നിന്നെ കണ്ടതിനും പേടിക്കില്ലല്ലോ. ഞാൻ പാർട്ടിക്ക് നിന്റെ ലോകം വെച്ചാലെന്ന് ഞാൻ ആലോചിക്കണം, നിന്റെ മുഖം. അപ്പൊ ശരിക്കും പേടിച്ചോളൂ. എടാ യുകെ, നിനക്ക് തലയ്ക്കുന്ന ഓളുണ്ടോ? അല്ല, നീ എന്ത് ചെയ്താൽ നിന്റെ മണ്ടയ്ക്കേ വരുള്ളൂ. നീ ഇങ്ങനെ എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. എടാ, നീ ഒരു കാര്യം മനസ്സിലായി. ഈ പഞ്ചായത്ത് ഇലക്ഷൻ നിന്നാൽ പോലും നമുക്കും നിനക്ക് നോട്ടിയില്ല. അതിന് നീ സ്വന്തമായിട്ടൊരു പാർട്ടി തുടങ്ങി കഴിഞ്ഞാൽ നിനക്ക് തോന്നുന്നുണ്ടാ? എടാ, ഞാനിപ്പോ ഈ പറഞ്ഞതേ എന്നെ പോലുള്ള യുവാക്കൾക്ക് വേണ്ടിട്ടാ. അവര് കേൾക്കും. എന്താ സത്യം? എന്താ? അത് കേൾക്കും. ഞാൻ അതിന് വേണ്ടിട്ട് ഇപ്പൊ ഒരു വീഡിയോ ചെയ്തത്. അത് ഞാനിപ്പോ പോസ്റ്റ് ചെയ്യും. അത് വൈറലാവും, റീച്ച് ആവും. അങ്ങനെ ഞാൻ ആ പാർട്ടിക്കെതിരെ ഞാൻ വളരും. അല്ല, നീ എന്ത് തണ്ടിത്തരം ചെയ്താലും ഞങ്ങൾ നിന്റെ ഒപ്പം നിൽക്കുന്നുള്ളതല്ലേ നിനക്ക്? ഞാൻ എന്തേ തണ്ടിത്തരം കാണിച്ചിട്ട് രക്ഷപ്പെട്ടാലോ എന്നുള്ള പേടിയല്ലേ നിനക്ക്? അതുണ്ട്. അപ്പൊ പിന്നെ നീ നോക്കോ, ഇത് രക്ഷപ്പെടും. എല്ലാ പ്രാവശ്യത്തെ പോലെ ഇത് പാളില്ല.
വോട്ടിന് പോയിട്ട് എന്താ ലാസ്റ്റ്? വോട്ടിന് പോയിട്ട് എന്താ, വോട്ട് ചെയ്യാണ്ട് പോകുന്നു, അത്ര തന്നെ. നീയാണ് പാർട്ടി തുടങ്ങുന്നത്. ആ ആ എന്തുവാടോ വല്ല മൗനജാതം വല്ലതും ആണോ? കുറെ നേരം വിളിച്ചു വരുത്തിട്ട്. അല്ല 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 എന്താ കാര്യം എന്നറിയോ? എടാ അതില്ലേ, നീ പറ. നീ പറ. നീ പറ. ഇവല്ലേ ഇപ്പൊ പാർട്ടിനെ വെച്ചിട്ട് പാർട്ടി തുടങ്ങാൻ പോവാ. പാർട്ടിയാ? പാർട്ടിയല്ല, കോക്രോച്ച്. ഞാൻ പറഞ്ഞോളാം. അതെ, നീ പാറ്റയാണോ? അല്ല. എടാ, നിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരാൾ പാറ്റാന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിനക്ക് ദേഷ്യം വരില്ലേ? തെറി വിളിക്കണ്ട, നമ്മൾ പ്രതികരിച്ചാൽ മതി. എടാ, എവിടെ ഇരിക്കുന്ന ഒരാൾ നമ്മൾ പാറ്റകളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സഹിക്കൂ? ആര് എപ്പോ എവിടെയും ആരെങ്കിലും ഇരുന്നോട്ടെ, നീ പറയുന്നത് കേക്ക്, നിനക്ക് സഹിക്കൂ? ഇല്ല. അപ്പൊ നമ്മൾ പ്രതികരിക്കും. ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രതികരിക്കാൻ വേണ്ടി ഞാൻ ഒരു പാർട്ടിയോട് തുടങ്ങാൻ തീരുമാനിച്ചു. പാർട്ടി കോക്രോച്ച് ജനതാ പാർട്ടി. എടാ, ഇവന് പ്രാന്താണ്. നീ ഇവന്റെ വാക്കെടുത്ത് തുള്ളാൻ പോവാ? പാവലടാ ഇവ ഒരിക്കൽ അജയൻ എന്റെ പാർട്ടിയിൽ ചേരാൻ പോയതാ. എന്നിട്ട് എന്തായെന്ന് അറിയില്ലേ? അല്ല, അത് ബുദ്ധിയില്ലാത്തോണ്ട് ഇത് കുഴപ്പമില്ല. എന്നിട്ട് ഇപ്പൊ ബുദ്ധി വന്നാ? അല്ല, ഇതിന് ബുദ്ധിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ എന്തായാലും ഇവന്റെ ഒപ്പം നിൽക്കാൻ തീരുമാനിച്ചു. നീ നിൽക്കണ്ടോ? ഞാൻ നിൽക്കില്ലേ, ഞാൻ പോവാണ്. പൊക്കോടാ, പോ. ഓ വാ. ഇങ്ങനൊക്കെ യുവാവാണോ? അവൻ യുവാവല്ല, അവൻ തന്തയാ, തന്ത. ജയിക്കോടാ. നീ ജയ് വിളിക്കടാ. ജയ് ജയ് കോക്രോച്ച് പാർട്ടി. ജയ് ജയ് പാറ്റ. നിനക്കൊരു പ്രാന്തുണ്ട് അവന്റെ കൂടെ നടക്കാൻ. എടാ, ഇത് അവൻ ഈ പറച്ചില് മാത്രമേ ഉള്ളൂ. ഇത് നടക്കാൻ പോകണില്ല. പക്ഷെ ഉണ്ടല്ലോ, ആ ഒറ്റ വാശിയിലാ നടക്കണ്. എടാ, അവിടെ കാലങ്ങളായിട്ട് നടത്തുന്ന പാർട്ടിക്ക് വോട്ട് കിട്ടുന്നില്ല. പിന്നെയാണ് ഇവന്റെ പുതിയ പാർട്ടി. ഇവിടെ പണി നടക്കണ്ട. അതവിടെ എന്ത് ബിൽഡിംഗ് വർക്ക് കിടക്കണ്ട. അത് വിട്. എടാ, എനിക്കും അറിയാം ഈ പാർട്ടിക്കൊന്നും ആരും വോട്ട് ചെയ്യില്ല എന്നുള്ളത്. പക്ഷെ അവനെ പണ്ട് മനസ്സിലായില്ലല്ലോ. അവന് മനസ്സിലാവണ്ടേ? ബുദ്ധിയില്ലേ? ശേടാ, എടാ, നീ അവന്റെ പുറകെ വെറുതെ നടക്കണ്ട. ഞാൻ പറയണത് കേട്ടോ. നാല് ഒരിക്കൽ തമിഴ്നാട്ടിൽ പോയത് നിനക്ക് അറിയാലോ. അതറിയാം. ഞാൻ പറഞ്ഞ ഇവിടെ എങ്ങാനും രക്ഷപ്പെട്ടാലോ? അവന്റെ ബുദ്ധിക്ക് പറയാൻ പറ്റില്ല. കുരുട്ട് ബുദ്ധിയുള്ളവനാ. എടാ, എത്ര കാലമായി ഓരോ ഐഡിയും കൊണ്ടുവരുന്നത്. വല്ലതും നടന്നാ ലാസ്റ്റ് ആശാൻ എന്നെ പാർട്ടിന്ന് പുറത്താക്കി. കയ്യും കാലും പിടിച്ചിട്ട് ഞാൻ കയറിയത്. നമുക്കിത് പറയാനല്ലേ പറ്റുള്ളൂ. ബുദ്ധി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാനാ? ബുദ്ധിയില്ലാത്തവന്റെ കൂടെ നീ നടക്കണത്. എന്നിട്ടാണോ ഇവന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ കൂട്ടുകാരനായിപ്പോയല്ലേ? എന്നിട്ട് ഇവന്റെ കൂടെ പാർട്ടിയിൽ നടക്കണ നീ പാറ്റ ഹലോ, ഇവിടെ നോക്കടാ. അതെ, നീയൊക്കെ എന്താ പറഞ്ഞേ? എന്താ നിന്റെ ഇൻസ്റ്റഗ്രാം പേജ് കണ്ടു കൂട്ടാ? കണ്ടോടാ? നോക്കടാ. ഇത് 89 രൂപയുടെ. എടാ, ഞാൻ പറയാൻ വന്ന കാര്യം നീ ഒന്നും വിചാരിക്കാത്ത ലെവലിൽ ഞാൻ എത്തിച്ചേർന്നു. എത്ര വ്യൂസ് ആണെന്നറിയോ നിനക്ക്? കോക്രോച്ച് ജനതാ പാർട്ടി കേട്ടോടാ. പാറ്റേനെ ഫോളോ ചെയ്യാൻ ആൾക്കാരുണ്ടാവും. 15 മില്യണാ. ഇതൊക്കെ ബോട്ടാണ്. ബോട്ടല്ല, കപ്പല്. കുറച്ച് ഞാൻ അതിനെ പോവും. തമാശ. എടാ, ഇവര് എങ്ങനെയാ 15 മില്യണോ? ഇത് നടക്കൂ? എടാ, എന്നെ പോലെ ഇനി 15 മില്യൺ അല്ല, ഇനിയും കൂടുതലുണ്ട്. നീ നോക്കിക്കോ, ഞാനൊരു 25 അല്ല 30 മില്യൺ എങ്കിലും അടിക്കും. എടാ, ഇതിലെന്തോ ഉടായ്പുണ്ട്? ഓരോ ഉടായ്പില്ല. പാർട്ടിക്കാർക്ക് പോലും ഇല്ല ഇത്ര അധികം. പോട്ടെ. എന്ത് അല്ല, സത്യം ഉണ്ടാ? എടാ, സത്യം പറഞ്ഞ 15 മില്യണില് ഈ പൊട്ടൻ അടിച്ചിട്ടുണ്ട്. ബുദ്ധിയില്ലാത്ത കുറെ എണ്ണം കോൾ ചെയ്തിട്ടുണ്ട്. അവരെ ബംഗാളികളായിരിക്കും. ബംഗാളികളാണെന്ന് എനിക്കറിയില്ല. പിന്നെ കോക്രോച്ച് എന്ന് പറയുമ്പോ എന്തോ ഹിന്ദിയിലെന്തോ എന്തായാലും ചെയ്തിട്ടുണ്ട്. പൊട്ടൻ കയറി എന്തായാലും ഓടിച്ചിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ഒരു കാര്യം ചെയ്യാം, അവനിപ്പം കൂടാ. ഞാൻ കുറെ ഡയലോഗ് അത് കുഴപ്പമില്ല. ചിലപ്പോ എങ്ങാനും ബാക്കിയുണ്ടെങ്കിലല്ലേ. ബുദ്ധി ഇല്ലെങ്കിലേ പാർട്ടിയല്ലേ, മണ്ടന്മാര് കൊറേ വോട്ട് ചെയ്യാൻ വരും. പാർട്ടിക്ക് 2 തലയുണ്ടല്ലേ? ഒരു പൊട്ടൻ കോക്രോച്ച്. അങ്ങനെ ഞാൻ അത് പറയാനല്ലോ. അല്ല, പാർട്ടിയും തുടങ്ങി, ഓഫീസും വന്നു. ഇവൻ അവിടെ വധൂരി UK. അവന് തുടക്കത്തിലുള്ള ആവേശമുള്ളതൊന്നും അറിഞ്ഞൂടെ? നമ്മള് വേണമെങ്കിൽ പാർട്ടിനെ മുന്നോട്ട് കൊണ്ടുപോവാ. അതെ, ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. നമ്മളെ പാർട്ടിയിൽ ചേരാൻ വേണ്ടി ഒരാള് പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഗേളാണ്. അവള് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ഇട്ടേ നമ്മുടെ പാർട്ടിയിലത്തെ ആദർശവും നമ്മുടെ നടത്തിപ്പും എല്ലാം ഭയങ്കര ഇഷ്ടമായി. അപ്പോ അവളിവിടെ വന്നിട്ടുണ്ട്. ഇവിടെയോ? ആക്രാന്തം കാണിക്കണ്ട, ഞാൻ പറയാം. അവള് വന്നിട്ടുണ്ട്. അപ്പൊ അവൾക്ക് നമ്മളെ ജോയിൻ ആവണം. വിളിക്കാം ഞാനൊന്ന് റെഡി ആവട്ടെ. ഹലോ സാൻഡ്ര.
ഇരിക്കട്ടെ. ആ ഇരുന്നോ, എനിക്കിവിടെ ഫോർമാലിറ്റി ഒന്നുമില്ല. ഹലോ, എന്റെ പേര് സാന്ദ്ര. ഞാൻ സഹായദാസ്. നല്ല പേരാണല്ലോ. സഹായത്തിന് കുഴപ്പം, സഹായമൊന്നുമില്ല, ചുമ്മാ. കുട്ടി എന്ത് ചെയ്യുന്നു? ഞാനൊരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു, നിങ്ങൾ പാർട്ടി തുടങ്ങിയതൊക്കെ അറിഞ്ഞായിരുന്നു. അപ്പൊ എനിക്ക് ഈ ആശയങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നി. ഞാനാണ് ഈ ആശയമൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നത്. നമ്മൾ അപ്പൊ എനിക്ക് ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. യുവാക്കൾക്ക് വേണ്ടി നമ്മൾ മുന്നിട്ട് നിൽക്കണം. ശരി ശരി ശരി, നമ്മൾ മുന്നോട്ട് നിൽക്കണം. അല്ല, ഈ ആക്ടിവിസ്റ്റ് ആയിട്ട് എന്താ ചെയ്തിട്ടുള്ളത് വരെ? ഞാൻ എല്ലാരും പോയി സഹായിക്കാറുണ്ട്. ഓ, എങ്ങനെയുള്ള സഹായങ്ങളാണ്? എങ്ങനെയുള്ള സഹായം എന്ന് വെച്ചാൽ നമ്മൾ പലതരം സഹായങ്ങൾ ചെയ്യില്ല, അതൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. എന്തായാലും കുട്ടി വന്ന സമയം കറക്റ്റാ. നമ്മൾ പാർട്ടി സ്റ്റാർട്ട് ആക്കിയിട്ടേ ഇപ്പൊ ഇനി ഭാവിയിൽ വരെ മന്ത്രി MLA ഒക്കെ ആയില്ല എന്ന് പറയാൻ പറ്റില്ല. അതെ, നമ്മള് യുവാക്കൾക്ക് വേണ്ടി നമ്മൾ തന്നെ പോരാടണം. യുവാക്കളുടെ പ്രശ്നങ്ങൾ പഠിച്ച് നമ്മൾ തന്നെ മുന്നോട്ട് കൊണ്ടുവരണം. അപ്പൊ പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യും. എന്ത് ചെയ്യും? ചെയ്യും. അപ്പോ വെൽക്കം ടു CJP. താങ്ക് യു. അപ്പൊ ഇവിടെയൊക്കെ തന്നെ ഇങ്ങനെ ഉണ്ടാവില്ലേ? തെണ്ടി